ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും എനിക്ക് അവിടെ നിന്നും കിട്ടി. അല്ലെങ്കിലും മമ്മിയും ഡാഡി ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല. ആന്റി, മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ. ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചു എന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കലാതിലയം കിട്ടിയതിനു ശേഷം TV സീരിയലും മറ്റു അഭിനയിക്കാൻ എനിക്ക് എത്ര ഓഫേഴ്സ് വന്നറിയോ? അയ്യോ മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, കോഴ്സ് കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം. പ്ലീസ് അങ്കിൾ, അതിന് മഞ്ജുവിന് പെർമിഷൻ കൊടുത്തേ പറ്റൂ. എന്റെ ഒരു റിക്വസ്റ്റാ, ഒന്ന് പറയൂ ആന്റി. ആ എങ്കി സിന്ധു മോള് ഞങ്ങൾക്കൊരു വാക്ക് തരണം. മറ്റൊന്നുമല്ല, മോളുടെ കല്യാണക്കാരൻ തന്നെയാ. എന്റെ ചേച്ചിയുടെ മോനാ സുരേഷ്. ഡൽഹിയിലെ എയർഫോഴ്സിലാ. അയ്യോ, സുരേഷ് ആ യൂണിഫോം ഇട്ട് നിൽക്കുന്നതാണ് എന്ത് രസമെന്നറിയോ? മോള് മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, ചിറ്റയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേ ദേവകി? വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്ന സുരേഷിന്റെ അഭിപ്രായം. പത്മാവതി അമ്മ എന്ത് പറയുന്നു? ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ദേവകി, സിന്ധുവിനോട് ചായ കൊണ്ടുവരാൻ പറയ്. സിന്ധു, ദാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം. അത് ഞങ്ങൾ ഡൽഹി പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം. അല്ലേ സിന്ധു? അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ? വരുന്ന മാസം 10-ാം തീയതി കല്യാണം. അത് ഇവിടെ വെച്ച് നടത്തണമെന്ന് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം. എന്താ പത്മാവതി? ഇത്രയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാ മതി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയ നിമിഷം. കുട്ടി പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരും. ഞാൻ പോയി ഡ്രസ് മാറ്റിട്ട് ഞങ്ങളും വരാം. ശരി. കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. താങ്ക്സ്. ആ, അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്താ. അയ്യേ, ഞാൻ ഈ ചുരിദാർ ഇട്ടോളാം. ശരീരം മുഴുവനും മൂടിപ്പൊതിഞ്ഞു നിന്നാ ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല. ഇതൊരു ആഡ് ഫിലിം അല്ല കുട്ടി. ആ, ഷൂട്ട് ചെയ്യുമ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. ഇതൊക്കെ മൂടി വെക്കുന്നത് എന്താ ഇത്? ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇത്ര മോഡേൺ ആയിട്ട് അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഡ്രസ് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ടേക്ക് ഇറ്റ് ഈസി. ഓക്കേ, ബൈ. ഫിലിമിന്റെ പേരിൽ അവിടെ വേറെന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. നമുക്ക് ഉടനെ പോലീസിൽ വിവരം അറിയിക്കണം. അത് വേണോ? വേണം. നിന്നെ പോലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പേ പോലീസ് വിവരം അറിയിച്ചേ പറ്റൂ. ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് DIGയുടെ ഫോൺ. ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? നാറാവുന്നിടത്തോളം നാറിയില്ലേ ഞാൻ. സ്റ്റേഷനിലെത്തും മുമ്പേ ജാമ്യവുമായി ആളുണ്ടായിരുന്നില്ലേ അവിടെ? കേസ് പോലും ചാർജ് ചെയ്യാതെ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ ദേവയാനി? ആ സിന്ധു എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് SIക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? അതും പുതുതായി ചാർജ് എടുത്ത ഒരാൾക്ക്. എന്നെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. ഈ വരുന്ന 27-ാം തീയതി അവളുടെ വിവാഹമാണ്. ആ വിവാഹം നടക്കാൻ പാടില്ല. ഞാൻ അനുഭവിച്ച വേദന, അപമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. സംഭവമല്ല ഒതുക്കിയ സ്ഥിതിക്ക് ഈ ഒരു വാശിയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ ഈ ദേവയാനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സിന്ധു, അവളെ ഞാൻ കുത്തുപാള അടിപ്പിക്കും. ഇതെന്റെ ശപഥമാണ്. പാഞ്ചാലി ശപഥം എന്നൊക്കെ പറയുന്ന പോലെ
ദേവയാനി ശപഥം അല്ലേ? അതെ, ഈ ശപഥം നിറവേറ്റാൻ സേതു സാർ എന്നെ സഹായിച്ചേ പറ്റൂ. ദേവയാനി ഇമോഷണൽ ആവണ്ട. അപ്പോൾ നേരെ ദേവയാനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുത്തേക്ക്. ശരി. ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. വാ, അകത്തിരിക്കാം. നീ റെഡിയാവും, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആ ശരി, സന്തോഷമുണ്ടല്ലേ? മാഡം, ഒരു ഫോണുണ്ട്. 1 minute. ആരാ? അത് പുറത്തുനിന്ന് അടച്ചു. സുരേഷ് അല്ലേ? അതെ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരിത്ര ശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാ മതിയാവും. നിങ്ങളാരാ? യുവർ വെൽ വിഷർ. ഓക്കെ, ബൈ. ഹലോ ഹലോ. ഇതാ 500 രൂപ. സാധാരണ ഞാൻ 100 രൂപ കൊടുക്കാറുള്ളൂ. ആ, നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ? എന്റെ വിവാഹം മുടങ്ങി. എല്ലാവരും എന്നെ വെറുത്തു, പരിഹസിച്ചു. എന്റെ ജീവിതം, ഭാവി എല്ലാം നശിച്ചു. എനിക്ക് വേണമെങ്കിൽ എല്ലാം നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ഭാര്യയെ ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ്. മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട മോളെ. ഒരിക്കലും അത് ശാശ്വതമാവില്ല. ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയാ ഇതൊക്കെ. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? 20 വർഷം മുമ്പ് ഒരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട് ചേച്ചിക്ക് അയാളെ വെറുക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എത്ര തെമ്മാടിയായാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ്. അത് ഞാൻ തെളിയിക്കും.